ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് പ്രീവിയസ് ഇയർ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ എന്നുള്ളത് നോക്കാം. പ്രീവിയസ് ഇയർ ഈസ് ദി ഇയർ പ്receding the assessment year, the income earned during previous year which is to be assessed to tax in the assessment year. അതായത് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വർഷമാണെന്ന് നമുക്കറിയാം അല്ലേ. 2021 to 22 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഇയർ പ്രിസീഡിങ് ദി ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ ഇയർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, 2020 to 21 അല്ലേ. അപ്പോൾ 2020 to 21 ആണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് ഈ വർഷം ടാക്സ് കൊടുക്കുന്നത് മുന്നത്തെ വർഷത്തെ ഇൻകത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2020 to 21 നമുക്ക് ഉണ്ടായിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വർഷം ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സ് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ മുകളിൽ ഈ വർഷം, അതായത് ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെയാണ് കാണിച്ചിട്ടുള്ളത്. അസസ്മെൻറ്റ് ഇയർ 2020 to 21 പ്രീവിയസ് ഇയർ 2019 to 20 ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021 to 22 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020 to 21 ആണ്. ഓക്കെ. അടുത്തത് ടോട്ടൽ ഇൻകം. എന്താണ് ടോട്ടൽ ഇൻകം എന്നുള്ളത് നോക്കാം. ദി സം ഓഫ് ഓൾ 5 heads ഓഫ് ഇൻകം. 5 heads ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഏതാണ് ഈ 5 heads ഓഫ് ഇൻകം എന്ന് പറയുന്നത്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ് അല്ലേ. പക്ഷേ ഇതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും നമുക്ക് ചില കേസുകളിൽ. അതായത് ക്ലബ്ബ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ റിലേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലബിങ് ഓഫ് ഇൻകം ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, വരുന്ന ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ക്ലബ്ബ് ചെയ്യേണ്ടതായിട്ട് വരും, സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ക്ലബിങ് ഓഫ് ഇൻകം, അതുപോലെ സെറ്റ് ഓഫ്, അതുപോലെ ക്യാരി ഫോർവേഡ്. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഇൻകത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, അവിടെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ലോസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ 5 heads ഓഫ് ഇൻകത്തിൻ്റെ സമ്മ്, അതിൽ നിന്ന് നമ്മൾ ഈ ക്ലബിങ്ങും സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇൻകത്തിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് ടോട്ടൽ ഇൻകം. എന്താണ് ടോട്ടൽ ഇൻകം എന്നുള്ളത് നമുക്ക്. ദി എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് നോൺ ആസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 10 rupees. അതായത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 5 heads ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ക്ലബിങ്ങും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇൻകമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻസ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് വരുന്ന, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിൽ ആ ഇൻഡിവിജ്വലായിട്ട് റിലേറ്റഡ് ആയി വരുന്ന ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് വരുന്ന ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് റൗണ്ട് ചെയ്ത് എഴുതുകയാണ് സാധാരണ ചെയ്യുന്നത്. അതായത് 10 rupee മൾട്ടിപ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക. ഇപ്പോൾ 2028 എമൗണ്ട് എങ്കിൽ നമ്മൾ 2028 നമ്മൾ 2030 റൗണ്ട് ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. ഓക്കെ. അടുത്തത് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. എന്താണ് MMR എന്ന് പറഞ്ഞാൽ?
It is mostly applicable in the case of individuals, the association of persons, and the body of individuals. It represents that highest slab rate of income tax, including surcharge if any. അതായത് പേഴ്സൺസ്, അതുപോലെ ഇൻഡിവിജ്വൽസ്, അതുപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇവരുടെയൊക്കെ കേസിലാണ് സാധാരണ MMR നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ ഹയ്യസ്റ്റ് സ്ലാബ് റേറ്റ്, ഇൻകം ടാക്സിൻ്റെ ഹയ്യസ്റ്റ് സ്ലാബ് റേറ്റിനെയാണ് നമ്മൾ MMR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്ലാബ് റേറ്റ് എന്നുള്ളത് അറിയണം അല്ലേ. അപ്പോൾ ഒരു ഇൻകം ടാക്സ് സ്ലാബ് ഉണ്ട്, അതായത് ഒരു ഇൻഡിവിജ്വൽ എത്ര റേറ്റ് ഓഫ് ടാക്സ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം നമുക്ക് സ്ലാബിന്. അതായത് കഴിഞ്ഞ വർഷം വരെ 2,50,000 മുതൽ 5 lakh വരെ 5%, അതായത് 2,50,000 മുതൽ 5 lakh വരെ ഇൻകം ഉള്ള ഒരു വ്യക്തി കൊടുക്കേണ്ട ടാക്സ് 5% ആണ്. നെക്സ്റ്റ് വരുന്നത് 5 lakh മുതൽ 10 lakh വരെ ഉള്ളൊരു വ്യക്തി കൊടുക്കേണ്ടത് 20% ആണ്. ടോട്ടൽ ഇൻകത്തിൻ്റെ 20%. അവിടുന്ന് 10 lakh ആൻഡ് എബോവ് ആയിട്ട് വരുന്ന വ്യക്തികൾ കൊടുക്കേണ്ടത് 30%. ഇപ്പോൾ അത് റേറ്റ് മാറിയിട്ടുണ്ട്. 5 lakh മുതൽ 10 lakh വരെ വരുന്നത് 5% ആണ് കൊടുക്കേണ്ടത്. 5 lakh മുതൽ 10 lakh വരെ ഇൻകം വരുന്ന വ്യക്തികൾ 5% കൊടുക്കണം. ടോട്ടൽ ഇൻകത്തിൻ്റെ 5% കൊടുക്കണം. പിന്നെ 10 lakh മുതൽ 12,50,000 വരെ ഉള്ളവർ 20% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. പിന്നെ 12,50,000 ആൻഡ് എബോവ് വരുന്ന ആൾക്കാർ 30%. ഇങ്ങനെയാണ് സ്ലാബ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലെ ഹയ്യസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പോഴത്തെ 12,50,000 അല്ലേ, കൊടുക്കേണ്ടത് എത്രയാണ്? 30%. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MMR എന്ന് പറയുന്നത്. അപ്പോൾ ഹയ്യസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് ഇൻകം ടാക്സിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് കാഷ്വൽ ഇൻകം. എന്താണ് കാഷ്വൽ ഇൻകം? ഇൻകംസ് ദാറ്റ് അറൈസ് വിത്ത് നോൺ റെക്കറിങ് നേച്ചർ ആർ കോൾഡ് കാഷ്വൽ ഇൻകം ഓർ അൺഎക്സ്പെക്റ്റഡ് ഇൻകം. എക്സാമ്പിൾ വിന്നിങ് ഫ്രം ലോട്ടറി, പസിൽസ്, കാർഡ് എക്സെട്ര. അപ്പോൾ നോൺ റെക്കറിങ് നേച്ചറിൽ വരുന്ന ഇൻകം, അതായത് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ലോട്ടറി കിട്ടുന്നത്, അല്ലെങ്കിൽ പസിൽ ഗെയിം, അതുപോലെ കാർഡ് ഗെയിം, ഹോഴ്സ് റേസ്, ഇതൊക്കെ കാഷ്വൽ ഇൻകത്തിന് എക്സാമ്പിളാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഇൻകമാണ് അതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.